നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പൂച്ചയ്ക്ക് തന്റെ സ്വന്തം സൈസിന്റെ 5 ഇരട്ടിയിലധികം പൊങ്ങിച്ചാടാൻ പറ്റുന്നതെന്ന്? ആൻഡ് എന്തുകൊണ്ടായിരിക്കും ഉറുമ്പുകൾക്ക് അവയുടെ ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 50 ഇരട്ടി വരെ നിസാരമായി ഉയർത്താൻ പറ്റുന്നതെന്ന് രാത്രി ഫോണിൽ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കും ഇങ്ങനെയൊക്കെ പറ്റിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പൂച്ചയ്ക്കും പുൽച്ചാടിക്കും ഒന്നും നമ്മളെക്കാൾ കട്ടിയുള്ള മസിൽസ് ഉണ്ടായിട്ടല്ല ഇതൊന്നും നടക്കുന്നത്. ഇതെന്തുകൊണ്ടെന്നറിയാൻ നമുക്ക് ജീവികളുടെ മസിൽസിലേക്ക് നോക്കാം. മസിൽസ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന സ്പ്രിംഗ് പോലത്തെ സാധനങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടാണ്. ഇങ്ങനെ എത്ര സീരീസുകൾ പാരലൽ ആയിട്ടുണ്ടോ അത്രത്തോളം ഫോഴ്സ് മസിൽസിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് മസിൽസിന് കൂടുതൽ തിക്നെസ് ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് സ്ട്രെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഫോർ സെക്ഷൻ ഓഫ് ദ മസിൽ. എങ്കിൽ നമുക്ക് നോക്കാം, ജീവികളുടെ മസിലിന്റെ ഏരിയ അവരുടെ ലെങ്ത്തിന്റെ സ്ക്വയറിനും അവയുടെ മാസ് അവരുടെ ലെങ്ത്തിന്റെ ക്യൂബിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് മീൻസ് സ്ട്രെങ്ത് പെർ മാസ് റേഷ്യോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അതായത് ലെങ്ത് അല്ലെങ്കിൽ ജീവികളുടെ സൈസ് കുറയുന്നതിനനുസരിച്ച് അവയുടെ മാസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ മസിൽസിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് കൂടി വരികയാണ്. ഇതാണ് ചെറിയ ജീവികൾ കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ട് തോന്നുന്നതിന്റെ കാരണം. ഇനി നമുക്ക് കുറച്ച് ബയോളജി സംസാരിക്കാം. ഇനി നമുക്ക് നോക്കാം മനുഷ്യനെ എത്ര വരെ സ്ട്രോങ്ങർ ആക്കാമെന്ന്. അതിന് നമ്മൾ മനുഷ്യനെ ചെറുതാക്കണം. നമ്മുടെ ബോഡിയിലെ ഏറ്റവും സ്മോളസ്റ്റ് ബ്ലഡ് വെസൽസിന്റെ വലിപ്പം ഏതാണ്ട് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ വലിപ്പത്തിന് ഈക്വൽ ആണ്. മനുഷ്യൻ ചെറുതാകുന്നതിനനുസരിച്ച് ബ്ലഡ് സെൽസ് ചെറുതാകില്ല, ബ്ലഡ് വെസൽസ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. സോ ഇപ്പോൾ ഉള്ള സർക്കുലേറ്ററി സിസ്റ്റം ഒരിക്കലും നമ്മുടെ ചെറിയ വേർഷനിൽ വർക്ക് ചെയ്യില്ല. സോ നമ്മുടെ സെൽസിൽ ഓക്സിജൻ എത്താനും മറ്റു കാര്യങ്ങൾക്കും പുതിയൊരു ടെക്നിക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതാണ് ഡിഫ്യൂഷൻ. അതായത് ഹാർട്ടിൽ നിന്നും വരുന്ന ബ്ലഡിൽ നിന്നും ആവശ്യമുള്ള സാധനങ്ങൾ നേരിട്ട് ബ്ലഡ് വെസൽസിൽ നിന്നും സെൽസിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയുടെ തിക്നെസ് ഒരിക്കലും ബ്ലഡ് വെസൽസിന് ചുറ്റും 0.3 മില്ലിമീറ്ററിനെക്കാളും വലുതാകരുത്. ബിക്കോസ് 0.3 മില്ലിമീറ്റേഴ്സ് വരെ മാത്രമേ ബ്ലഡിൽ നിന്നും ഓക്സിജന് നേരിട്ട് സെൽസിലേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കടക്കാൻ പറ്റൂ. ദാറ്റ് മീൻസ് മനുഷ്യന്റെ ടോട്ടൽ വിഡ്ത്ത് ഏതാണ്ട് 0.6 മില്ലിമീറ്റേഴ്സ് ആണ്. വിഡ്ത്തിന്റെ 4 ഇരട്ടിയാണ് ഹൈറ്റ് എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഹൈറ്റ് ഏതാണ്ട് 2.4 സെന്റിമീറ്റേഴ്സ്. അതായത് ഒരു മനുഷ്യന്റെ നോർമൽ ഹൈറ്റിന്റെ ഏതാണ്ട് 0.0137 ടൈംസ്. ദെയർഫോർ സ്ട്രെങ്ത് ടു മാസ് റേഷ്യോ ഏതാണ്ട് 73 ആണ്. അതായത് നമ്മുടെ ചെറിയ വേർഷൻ ഏതാണ്ട് നമ്മുടെ 73 ഇരട്ടി വെയിറ്റ് വരെ പൊക്കാൻ പറ്റും. ഇത്രയും സ്ട്രെങ്ത് എനിക്ക് കിട്ടിയാൽ ഞാൻ ഇതൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. നിങ്ങളോ? കമന്റ് ചെയ്യൂ, എല്ലാവർക്കും ഷെയർ ചെയ്യൂ.